കാസർഗോഡ് റിയാസ് മൗലവി വധക്കേസിലെ സർക്കാർ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. പ്രതികൾക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നോട്ടീസ് അയച്ചു. പ്രതികൾ ഹൈക്കോടതി പരിധി വിട്ടുപോകരുതെന്നും ഉത്തരവുണ്ട്. ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ. ശ്യാം, വിശദാംശങ്ങൾ. ശ്രുതി, കാസർഗോഡ് റിയാസ് മൗലവി വധക്കേസിലെ പ്രതികളെ വെറുതെ വിട്ട കേസിലാണ് നേരത്തെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നത്. ഈ അപ്പീൽ ഫയലിൽ സ്വീകരിച്ചാണ് ഹൈക്കോടതിയുടെ നടപടി. ഈ അപ്പീൽ ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി 3 പ്രതികൾക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതായത് ഈ അപ്പീലിന്മേൽ അവരുടെ എതിർഭാഗം കേൾക്കുക എന്ന നടപടിക്രമത്തിന്റെ ഭാഗമായാണ് നോട്ടീസ് അയച്ചത്. ഒപ്പം സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്ന ഈ അപ്പീലിനൊപ്പം ആവശ്യപ്പെട്ടിരുന്ന ഈ പ്രതികളുടെ ജാമ്യം റദ്ദാക്കണം, ഇവരെ റിമാൻഡിൽ പാർപ്പിക്കണമെന്നതായിരുന്നു. ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് മാറ്റണം എന്ന കാര്യമായിരുന്നു. കാരണം വിധി വരുന്ന നിമിഷം വരെയും ഇവർ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തന്നെയായിരുന്നു. കോടതി വെറുതെ വിട്ട സാഹചര്യത്തിലാണ് അവർ പുറത്തിറങ്ങുകയും ചെയ്തത്. പക്ഷേ അവരുടെ ജാമ്യം റദ്ദാക്കണം, റിമാൻഡിലേക്ക് മാറ്റണം എന്ന ആവശ്യം ഹൈക്കോടതി അതേപടി അംഗീകരിച്ചില്ല. അവരോട് കാസർഗോഡ് അഡീഷണൽ സെഷൻസ് കോടതിയിൽ നേരിട്ട് ഹാജരായി ജാമ്യം എടുക്കണമെന്ന നിർദ്ദേശവും ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. ഒപ്പം പ്രതിയാക്കപ്പെട്ടവരുടെ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകളും നൽകണം. ആൾജാമ്യം അടക്കമുള്ള ബോണ്ടും ജാമ്യ വ്യവസ്ഥയായി നൽകണമെന്ന കാര്യവും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. യഥാസമയം കൃത്യസമയത്ത് ഇവർ കോടതിയിൽ ഹാജരായി ജാമ്യ വ്യവസ്ഥ നടപ്പാക്കിയിട്ടില്ലെങ്കിൽ ഇവർക്കെതിരെ ജാമ്യമില്ല വാറണ്ട് പുറപ്പെടുവിച്ച് അറസ്റ്റ് ചെയ്യാം എന്ന കാര്യവും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും റിയാസ് മൗലവി വധക്കേസിലാണ് 3 RSS പ്രവർത്തകരെ വെറുതെ വിട്ട നടപടിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഈ 3 പ്രതികൾക്ക്, RSS പ്രവർത്തകരായ 3 പ്രതികൾക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. ശരി, കാസർഗോഡ് റിയാസ് മൗലവി വധക്കേസിലെ സർക്കാർ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ്. പ്രതികൾക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നോട്ടീസ് അയക്കുകയും ചെയ്തു. ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്.